എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാലും അങ്ങേ പിരിയുകില്ല. എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാലും അങ്ങേ പിരിയുകില്ല. എൻ ജീവൻ അങ്ങിൽ അർപ്പിക്കും നാഥാ, നിശ്ചയം നിശ്ചയമേ. എൻ ജീവൻ അങ്ങിൽ അർപ്പിക്കും നാഥാ, നിശ്ചയം നിശ്ചയമേ. നല്ലവനേ രക്ഷകനേ രക്ഷകനേ ഓ യേശുനാഥാ, ആരാധനേ ആരാധനേ. നല്ലവനേ വല്ലഭനേ ആരാധനേ ആരാധനേ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവന് അവന് ദൈവത്തെക്കുറിച്ച് പറയാൻ ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ ദൈവത്തെക്കുറിച്ച് പറയുന്നത്? ദൈവം എൻ്റെ സങ്കേതം, ദൈവം എൻ്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം. ഓരോ ദിനവും ദൈവം നമ്മളെ തൻ്റെ നിഴലിലും തൻ്റെ തണലിലും നടത്തുമ്പോൾ നമുക്ക് ദൈവത്തെക്കുറിച്ച് പറയുവാനുള്ള വാക്കുകൾ ഏറുകയാണ്. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പ്രശംസ ഏറുകയാണ്. ഈ കഴിഞ്ഞ രാത്രിയിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ ദൈവം നമ്മളെ തൻ്റെ നിഴലിൽ, തൻ്റെ മറവിൽ, തൻ്റെ തണലിൽ വയ്ക്കുമ്പോൾ, ഓരോ ദിവസവും ദൈവം നമ്മളെ സംരക്ഷിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് പിന്നെയും പിന്നെയും പറയുവാൻ നമ്മുടെ നാവുകൾ തുടിക്കുന്നില്ലേ? നമ്മുടെ ഹൃദയം വെമ്പുന്നില്ലേ? എത്ര അഗോചരമായി, എത്ര അത്ഭുതകരമായി, എത്ര മഹത്വകരമായി നാഥൻ നമ്മെ വഴി നടത്തുന്നു. രക്ഷകൻ്റെ കൃപകൾക്ക് സ്തോത്രങ്ങളെ അർപ്പിക്കാം. സഹോദരങ്ങളെ, നമ്മൾ യൂദായുടെ ലേഖനം ഭാഗമായി പഠിച്ചു വരുന്നു. നമ്മളതിൻ്റെ 7 വാക്യങ്ങൾ ഇതിനോടകം ധ്യാനിച്ചു. 7-ാം വാക്യം വിശദീകരിച്ചില്ല, അവയൊന്ന് തൊട്ട് പോവുക മാത്രം ചെയ്യുകയാണ്. 7-ാം വാക്യത്തിൽ അവിടെ പറയുന്നത്, സൊദോം ഗൊമോറ പട്ടണങ്ങളുടെ ശിക്ഷാവിധി നമ്മുടെ മുൻപിൽ ഒരു ദൃഷ്ടാന്തമാണ്, നമ്മുടെ മുമ്പിൽ ഒരു അടയാളമാണ്. ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ us. ലോകത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും ദൈവം നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് നമുക്ക് അടയാളങ്ങളായി നൽകുകയാണ് എന്ന് പറഞ്ഞ് ലോകത്തിലെ ദൈവത്തിൻ്റെ ന്യായവിധികൾ നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തങ്ങളാണെന്ന് പറഞ്ഞ് യൂദാ ലേഖനം തുടരുകയാണ്. നമുക്കിന്ന് 8-ാം വാക്യം ഒരുമിച്ച് വായിക്കാം. പലപ്പോഴും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, എന്താണ് ഈ വാക്യം ഗ്രഹിപ്പാൻ പ്രയാസമായി തോന്നിയിട്ടുണ്ടായിരിക്കാം. ഇന്ന് ആ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. യൂദായുടെ ലേഖനം 8-ാം വാക്യം. അങ്ങനെ തന്നെ ഇവരും സ്വപ്ന അവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. ആരാണെന്നറിയാമോ? ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു, നുഴഞ്ഞുകയറ്റക്കാർ. 4-ാം വാക്യത്തിൽ നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ച് പറഞ്ഞിട്ട് നുഴഞ്ഞുകയറ്റക്കാരുടെ 3 അടയാളങ്ങൾ പറയുകയാണ്. അവരുടെ 3 അടയാളങ്ങൾ. അവർ പ്രത്യക്ഷമായത്
ജഡത്തെ മലിനമാക്കും, കർത്തൃത്വത്തെ തുച്ഛീകരിക്കും, മഹിമകളെ ദുഷിക്കും. എന്നാൽ 3 പ്രത്യക്ഷമായ തെളിവുകളാണ് അവരിൽ പറയുന്നത്. എന്നാൽ 4 ഭാഗങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയും. ഒന്നാമതായി പറയുകയാണ്, ഇവർ സ്വപ്ന അവസ്ഥയിലായി എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നെങ്കിലും അതിൻ്റെ യഥാർത്ഥ പരിഭാഷയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദേ റിലൈ ഓൺ ദെയർ ഡ്രീംസ്. അവർ അവരുടെ സ്വപ്നങ്ങളിൽ ആശ്രയിക്കുന്നു. അവർ ദൈവം നൽകിയ വചനത്തിലും ദൈവിക വെളിപ്പാടുകളിലും അല്ല അവർ ആശ്രയിക്കുന്നത്. അവർ ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെയുമല്ല വിശ്വസിക്കുന്നത്. അവർ ഒരു മായാ പ്രപഞ്ചത്തിനകത്ത് സ്വപ്നങ്ങളെ ആണ് അവർ വിശ്വസിക്കുന്നത്. അവരുടെ തോന്നലുകളെ അവർ വിശ്വസിക്കുകയാണ്. ദേ റിലൈ ഓൺ ദെയർ ഡ്രീംസ്. എന്നിട്ട് അവർ ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. ജഡത്തെ മലിനമാക്കുക. ജഡം എന്ന് പറയുമ്പോൾ ഭൗമിക മേഖലയെ, അവർ ആയിരിക്കുന്ന ചുറ്റുപാടുകളെ അവർ മലിനമാക്കും. 10 പേര് നിൽക്കുന്ന ഇടത്ത് ഇവർ വന്ന് സംസാരിച്ചാൽ ആ 10 പേരുടെയും മൈൻഡ് കറപ്റ്റാക്കും. ആ 10 പേരുടെ സമാധാനം നശിപ്പിക്കും. അവരൊരു വീട്ടിൽ പോയാൽ ആ വീട് നശിപ്പിക്കും. അവരൊരു സഭയിൽ പോയാൽ അവിടെ ആരുടെ കൂടെ കൂടുന്നോ അവരുടെ മൈൻഡ് കലക്കും. ഇവർ നാച്ചുറൽ റലത്തെ ഡിഫൈൽ ചെയ്യുന്നവരാണ്. സാമൂഹിക മേഖലയെ അവർ അശുദ്ധമാക്കും. അവർ ഒരാളോട് സംസാരിച്ചാൽ ആ ഏരിയ, ആ അറ്റ്മോസ്ഫിയറിനെ മുഴുവൻ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? കറപ്റ്റ് ചെയ്യാൻ, ഡിഫൈൽ ചെയ്യാൻ കഴിയും. 2, ഇവർ കർത്തൃത്വത്തെ തുച്ഛീകരിക്കും. അധികാരങ്ങളെ അവർക്കൊരിക്കലും മാന്യതയല്ല. പാസ്റ്ററോ, അങ്ങേരാര, പോലീസോ, ഞാനെന്തിനാ പേടിക്കുന്നത്? അധികാരങ്ങളെ അവർ റിജക്റ്റ് ചെയ്യും. ഞാൻ പേടിക്കത്തില്ല, എനിക്കാരെയും പേടിയില്ല. ഞാൻ പറയേണ്ടത് മുഖത്ത് നോക്കി പറയും. എനിക്കാരെയും പേടിയില്ല, എനിക്കൊരു കൂസലുമില്ല. അവർ കർത്തൃത്വങ്ങളെ, അധികാരങ്ങളെ അവർ തുച്ഛീകരിക്കും. അടുത്തതായിട്ട് പറയുകയാണ്, മഹിമകളെ ദുഷിക്കും. മഹിമകൾ എന്ന് പറയുന്നത് സെലസ്റ്റിയൽ ബോഡീസ് അല്ലെങ്കിൽ സ്വർഗീയ ശരീരികൾ, അല്ലെങ്കിൽ അതിന് 2 തലത്തിൽ പറയാം. ഒന്ന്, പരിശുദ്ധാത്മാവും ദൂതന്മാരും. ഇവരതിനെ പരിഹസിക്കും, ദുഷിക്കും, ബ്ലാസ്ഫെമി. അവർ വായി വരുന്നത് മുഴുവനും പരിശുദ്ധാത്മാവിനും ദൂതന്മാർക്കും നേരെ വിളിച്ചു പറയും. സെലസ്റ്റിയൽ ബോഡീസിൻ്റെ 2ാമത്തെ ഭാഗം, മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കും, പുനരുദ്ധാനം ഉണ്ടാകും. ഇതൊക്കെ പറയുമ്പോൾ സ്വർഗമെന്ന് പറഞ്ഞ് അവർ കളിയാക്കും. വളരെ ലളിതമായി പറഞ്ഞാൽ പരിഹാസത്തിൻ്റെ വാക്കുകൾ. നുഴഞ്ഞുകയറ്റക്കാരുടെ പ്രത്യേകതയാണ്. ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ പ്രത്യേകത ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഈ നുഴഞ്ഞുകയറ്റക്കാരുണ്ടോ എന്നൊന്ന് നോക്കണം കേട്ടോ. ഒന്ന്, അവർ ആയിരിക്കുന്ന ആ സാമൂഹിക വ്യവസ്ഥിതിയെ മലിനപ്പെടുത്തും. അവർ പറയുന്നത് നെഗറ്റീവായിരിക്കും. അവർ ഉണ്ടാക്കുന്നത് മുഴുവനും മലിനതയായിരിക്കും. 2, അവർ അധികാരങ്ങളെ തുച്ഛീകരിക്കും. പോടാ നിന്റെ പാട്ടിനെന്നായിരിക്കും അധികാരങ്ങളോടുള്ള സമീപനം. 3, ദൈവികമായ മഹിമകളെ അവർ വായി തുറന്ന് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും അപവാദം പറയുകയും ചെയ്യും. ഈ 3 കൂട്ടരെയും കുറിച്ച് 3 അടയാളങ്ങളും പറയുകയാണ്. ഇവർ നുഴഞ്ഞുകയറ്റക്കാരാണ്. ഇവരുടെ ശിക്ഷാവിധി ദൈവം പണ്ട് എഴുതിയിട്ടിരിക്കുന്നതാണ്. ഞാൻ എൻ്റെ ദൈവമക്കളുടെ അടുക്കൽ, എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ പറയുകയാണ്, ഈ നുഴഞ്ഞുകയറ്റക്കാരെ നമ്മുടെ ജീവിതത്തിൽ അടുപ്പിക്കരുത്. പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും അപവാദം പറയുകയും കുറ്റം പറയുകയും വിമർശിക്കുകയും ചെയ്യുന്ന ദൂഷകർ. 2, അധികാരങ്ങളെ, പ്രായം കൂടിയോ കുറഞ്ഞോ മുകളിലിരിക്കുന്ന അധികാരങ്ങളെ, അത് സഭയ്ക്കകത്താണെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ ഒരു നടത്തിപ്പിൻ്റെ അധികാരമാണെങ്കിൽ ആ അധികാരം, വീട്ടിലാണെങ്കിൽ ആ അധികാരം, സാമൂഹിക മേഖലയിലാണെങ്കിൽ ആ അധികാരം, ഈ അധികാരങ്ങളെ തുച്ഛീകരിക്കുകയാണ്. പിന്നെ ആയിരിക്കുന്ന ചുറ്റുപാടുകളെ കറപ്റ്റ് ചെയ്യുക, ഡിഫൈൽ ചെയ്യുക. ഈ പ്രഭാതത്തിൽ നമ്മുടെ ബന്ധങ്ങളെ നമുക്കൊന്ന് ഡീപ്പായിട്ട് പരിശോധിക്കാം. എവിടെയെങ്കിലും പാളിച്ചകളുണ്ടോ? നുഴഞ്ഞുകയറ്റക്കാരുണ്ടോ? അൺനോൺ ക്രീപ്പേഴ്സ്, അൺനോട്ടീസ്ഡ് ക്രീപ്പേഴ്സ്. നമുക്കവയെ തുരത്തിക്കളയാം. ഈ ഉപവാസ പ്രാർത്ഥനകൾ
അങ്ങനെ ചിലതിനെ തുരത്തിക്കളയാൻ നമ്മളെ പ്രാപ്തരാക്കട്ടെ. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ദൈവം കൃപ നൽകുവെന്നേ. ഗാഡ് ബ്ലെസ് യു.